CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. CPM നേതാക്കൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് PMLA കോടതി. MLA AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP, തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവരടക്കമുള്ള മുഴുവൻ പ്രതികൾക്കും കോടതി സമൻസ് അയച്ചു. അടുത്ത മാസം 4-ന് കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. ഓപ്പറേഷൻ തൂഫാൻ. കുന്നംകുളത്ത് തിളച്ചചോറിൽ 400 ഗ്രാം കഞ്ചാവ് ഒളിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. അടുപ്പുട്ടി സ്വദേശി തെങ്ങിൽ വീട്ടിൽ 40 വയസ്സുള്ള ബിനീഷിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശക്തമായ കാറ്റിൽ വീടിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഉറങ്ങിക്കിടന്നിരുന്ന യുവാവിന് ദാരുണാന്ത്യം. മണലൂർ ഗോതമ്പ് റോഡിൽ താമസിക്കുന്ന മരമുറി തൊഴിലാളിയായ തൃപ്പണത്ത് സുബ്രന്റെ മകൻ 28 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. വരവൂർ തളി നടുവട്ടത്തെ മാംസമാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചേലക്കര MLA UR പ്രദീപ് മുഖ്യമന്ത്രിക്ക് കത്തു നൽകി. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ പ്ലാന്റിന് അനുകൂലമായി നൽകിയ റിപ്പോർട്ടിനെതിരെയാണ് പുതിയ നീക്കം. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിനൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾക്ക് നാട് കണ്ണീർ യാത്ര മൊഴിയേകി. വൻജനാവലിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച രാത്രി 8-ഓടെ പന്നിത്തടം ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തിയത്. കാർ അപകടത്തെ തുടർന്ന് 1 വർഷമായി ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചു. കുന്നംകുളം കാണിയമ്പാൽ സ്റ്റുഡൻസ് റോഡിൽ എരുവിൽ 58 വയസ്സുള്ള ലക്ഷ്മണനാണ് മരിച്ചത്. 2025 മെയ് 27-നുണ്ടായ കാർ അപകടത്തെ തുടർന്ന് ശരീരം തളർന്ന് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. കനത്ത മഴയെ തുടർന്ന് ദേശീയപാത 66 തിരുവത്ര മേഖലയിൽ സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്ത മഴയിലാണ് പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായത്. ശക്തമായ മഴയിൽ വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്രക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താണു. കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ തെക്കുഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. കിഴക്കാളൂർ വിശുദ്ധ മറിയം ത്രേസ്യ ദേവാലയത്തിലെ സംയുക്ത ഊട്ടുതിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ചെറിയ തിരുനാളായി കക്കാട് സെന്റ് ആന്റണീസ് കപ്പേളയിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് കൊടികയറി. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം ഇടവക വികാരി ഫാദർ ഡൈസൺ മുണ്ടോപുറം തിരുനാൾ കൊടി കയറ്റി. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ നൽകിയ 5-ന അവകാശ പത്രിക സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വരവൂർ പഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പുതിയ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.